ദൈവം കിടന്നു ചെന്നു. ആൾക്കൂട്ടത്തിന് മധ്യത്തിൽ വൃദ്ധം നിൽക്കുന്നു. താടി വളർത്തി ഒരു തലപ്പാവൊക്കെ ചുറ്റി ഇതുപോലെ ഹാർമോണിയം കെട്ടി തോളിട്ട് മൂപ്പിലാന്റെ മകളാണെന്ന് ഒരു പെണ്ണ് നൃത്തം ചെയ്യുന്നു. കുറെ ചെറുപ്പക്കാർ വളഞ്ഞിട്ടുണ്ട്. പെണ്ണ് ശരിക്കും ആ വഴിക്കുന്നുണ്ട് കേട്ടാ. ദീപാങ്കരൻ ഇപ്പോൾ BA ക്ലാസ്സിലാണ്. അടുത്ത വർഷം പാസ്സായിരുന്നു. ദീപാങ്കരൻ BA. പാവ അടുക്കളക്കാരി അമ്മ ആലോചിക്കുന്നത് ഈ ചെറുക്കൻ്റെ ഒരു ജോലിക്ക് അവിടെ പോകാൻ ആരോട് പറയാനാ. ഇപ്പൊ BA കഥാപ്രസം കേൾക്കാൻ കൂടി നിങ്ങൾ ധാരാളം BA-ക്കാരുണ്ട്. BA, BSc, MA, MSc, B.Ed, MS, BA, BL, BA, LLB, ബിരുദം കൊട്ടക്കണക്കിന് ബിരുദം എല്ലാരും കൊണ്ട് നടക്കാം. ബിരുദം വേണോ? ബിരുദം ആർക്കും വേണ്ട ബിരുദം ഇവിടെ. അഥവാ ബിരുദം മേടിക്കുന്ന കൈക്കൂലി കൊടുക്കണം, അങ്ങോട്ട് കൊടുക്കണം. ഒരു സ്കൂളിൽ ടീച്ചറാവുന്നതിന് BA, B.Ed പാസ്സായ പോരാ, അറിയാമല്ലോ, 10,000 രൂപ കൈക്കൂലി കൊടുക്കണം. കോളേജിൽ ലെക്ചറാവുന്നതിന് MSc പാസ്സായ പോരാ, MA പാസ്സായ പോരാ, PhD എടുത്താൽ പോരാ, 15,000 രൂപ കൈക്കൂലി കൊടുക്കണം. കൈക്കൂലി കൊടുത്ത് കാത്തിട്ട് നിൽക്കണം. വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നാൽ ചിലപ്പോൾ 2-3 കൊല്ലത്തിനകം നിയമനം കിട്ടിയെങ്കിലായി. നിയമനം കിട്ടിയാൽ ശമ്പളം കിട്ടണമെങ്കിൽ ഇറങ്ങണം എല്ലാവരും കൂടെ. എങ്കിലാ സ്വന്തമാ ശമ്പളം തന്നെ ചെയ്യൂ. ഓണമായിട്ട് വളരെ അസുഖമാണ്. ബഹുജന ഐക്യം സ്വന്തമാ. എങ്കിലാ ശമ്പളം വേണ്ട, ശമ്പളം വേണ്ട. അവരങ്ങ് എന്ന് കഴിഞ്ഞു. അപ്പൊ ശമ്പളം ചോദിച്ചാലല്ലേ ഇത്തിരി കൂടുതൽ കടന്നു പറഞ്ഞില്ലല്ലേ ഇന്ത്യ ഒട്ടാകതാ അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്നു, അടിക്കുന്നു, വെടിവെക്കുന്നു. മിണ്ടിപ്പോഴുന്നത് മറ്റുള്ളവർക്ക് എന്തുവാകാം. ഈ കൈക്കൂലി അഴിമതി നടത്തുന്നവർക്ക് എന്തുവാകാം. പാവപ്പെട്ടവൻ ജോലി ചെയ്യുന്നവര് രാവിലെ കയറിയ വൈകുന്നേരത്ത് രാത്രി ഇറങ്ങുന്ന ശമ്പളം ചോദിച്ചാൽ അപ്പൊ അടിയാം. ഇറങ്ങി വിളിക്കുകയാണ് എല്ലാവരും കൂടെ. വിളിക്കുന്നവർക്ക് അടിയും കിട്ടുന്നുണ്ട്. ഇതെന്താണ്? ഇതിനിടയ്ക്ക് SSLC അദ്ദേഹം വിട്ടുപോയി. ഇവിടെ അത്രയും SSLC-യാണ്. SSLC പോലെ SSLC എല്ലാവരുടെയും കഷ്ടത്തിരിപ്പുണ്ട്. SSLC എന്തോന്നല്ലേ രാജേരാ കഷ്ടം തിരിക്കുന്നു. SSLC എവിടെ കൊണ്ടുപോകുന്നു? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ. അവിടെ എന്തായാലും അവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ ഇന്നാണ്ട് കൊണ്ടിട്ട് രജിസ്റ്റർ ചെയ്തു. അത് പൂത്തുപോയി, ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്തു. സോഷ്യലിസം. പക്ഷേ നിയമം എഴുതിയ നിയമം ആരും കൈക്കൂലി മേടിക്കാൻ പാടില്ലാത്തതാകുന്നു, എന്നാൽ കീഴിക്കൂടി മേടിക്കാവുന്നതാകുന്നു. സോഷ്യലിസം. ഇതല്ലേ നമ്മുടെ സോഷ്യലിസം. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർമാര്, മുഖ്യമന്ത്രിമാര്, ഡെപ്യൂട്ടി മന്ത്രിമാർ എല്ലാവരും കൂടെ കോടിക്കണക്കിന് രൂപ എന്നെ നിങ്ങളെ വളരെ ശമ്പളമായി പറ്റുന്ന ഈ കാലഘട്ടത്തിലെ അനാഥാവസ്ഥയെ നീ പറഞ്ഞു. ബ്രിട്ടീഷുകാരൻ ഭരിക്കുന്ന കാലത്ത് പാവപ്പെട്ട അടുക്കളക്കാരി അമ്മ ആരോടിച്ചെന്ന് പറയാൻ. എന്നാലും വലിയ മോനെ വിളിച്ചുകൊണ്ട് പോകും വലിയ വീട്ടിലൊക്കെ. അങ്ങനെ
പഠിക്കുന്നു പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല വലിയ കാലത്ത്. തൊട്ടുണ്ടോ? തൊട്ട് ഏത് ജോലിയും വിലയ്ക്ക് വാങ്ങാം. എനിക്ക് ജോലി വേണ്ട. എന്താടാ? കൈക്കൂലി കൊടുത്തുള്ള ജോലി എനിക്ക് വേണ്ട. അമ്മ എന്നെ വിളിക്കരുത് വലിയ വീട്ടിലൊന്ന് പോകാൻ. അവൻ്റെ ഒന്ന് കാല് പിടിക്കാൻ ഞാൻ വരത്തില്ല. ഇയാളെ ഒരു അന്തസ്, അടുക്കളക്കാരിയുടെ മോന്റെ അന്തസ് ഞാൻ പെരുക്കും. അറിയാവല്ലോ. അല്ല ഞാൻ കിടന്ന് വാട് കിടന്ന് അയാൾക്ക് ജോലി വേണ്ട. ഇറക്കാം. എന്റെ കണ്ണ് പറഞ്ഞ അവനക്ക് ആരുണ്ട്? അങ്ങനെ സതി കോടീശ്വരന്റെ മകളാ. എന്നെ ചിറ്റമ്മ വിളിക്കുന്നത്. തേനിച്ച് വീഴുമ്പോ എന്നെ വിളി കേട്ട് എപ്പോഴും ഓടി ഓടി വരും. ഞാൻ അരച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പറയും, ചിറ്റമ്മ മാറിയിരി, ഞാൻ അരച്ചു തരാം. കോടീശ്വരന്റെ മകളാ. അതൊക്കെ എന്താണ് അന്തസ്സില്ലാത്തത്? അവരൊക്കെ പരാതി പറയും, ഇയാൾ ഇന്ത്യക്കാരനായപ്പോഴേക്കും അവിടെ വീട്ടിൽ ചെല്ലത്തില്ല, അവരോട് മിണ്ടത്തില്ലെന്നൊക്കെ. മോനെ, സതി ഇന്നലെ പറഞ്ഞു, അവിടെ ചിറ്റപ്പം വിചാരിച്ചാൽ നിനക്കൊരു ജോലി മേടിച്ച് തരാൻ കഴിയും. അവിടെ ചിറ്റപ്പന്റെ ജോലി അറിയാമോ? വലിയ ജോലിയാ. പിയാടി എന്ന് പറഞ്ഞാൽ മോൻ അറിയാവോ? ഈ സ്വാതന്ത്ര്യം ചോദിക്കുന്നതിനെ എല്ലാം പിടിച്ചാൽ കൊണ്ടുകൊടുക്കും. പൊന്നുമോനെ, നീ സ്വാതന്ത്ര്യം ഒന്നും ചോദിക്കില്ല, നമുക്കുള്ള സ്വാതന്ത്ര്യമൊന്നും മതി കേട്ടോ. ചെല്ലു മക്കളെ, ഒന്ന് പറഞ്ഞു നോക്കണം. ഒക്കുന്നെങ്കിലും ഒക്കട്ടെ. അമ്മ നൃത്തം വെച്ചോണ്ട് ദീപാമ്പരം പോയി. അവിടെ പോലും നിശ്ചയിച്ചാളല്ലേ പണ്ട്. രണ്ടാമത്തെ നിലയ്ക്ക് എടുക്കുന്നത് ഒരു മുറിക്കകത്തിരിക്കുന്നത് ലക്ഷ്മി ചേച്ചി. ലക്ഷ്മണതി തിരിഞ്ഞു നോക്കിയ സതിയാണ്. പെണ്ണങ്ങ് വളർന്നുപോയി. ചേട്ടത്തി എനിക്കും തിരിച്ചറിയാൻ പ്രയാസം. ഇതാര്? ദീപാങ്കുരൻ. ഞങ്ങളുടെ വീട്ടിലൊക്കെ വരിക. തിരിച്ചു. ദീപു, നിനക്ക് ലക്ഷ്മി ചേച്ചിയോട് വലിയ ഇഷ്ടമല്ലേ? അതെ. നിനക്ക് എത്ര വയസ്സായി? ഞാൻ BA ക്ലാസ്സിൽ പഠിക്കുക. കണക്കൂട്ടി എടുക്കും. ഇയാൾ പരിഗണിക്കാൻ ചോദിച്ചല്ല. ലക്ഷ്മി ചേച്ചി നിന്നോട് വല്ല രഹസ്യവും പറഞ്ഞിട്ടുണ്ടോ? ഞാനാ ദീപാമി. ലക്ഷ്മി, നിനക്കിവിടെ സതിയായിട്ട് വലിയ സമ്പർക്കം. സതി അവിടെ കടഞ്ഞു. നീ പോണ്ടോ? എനിക്ക് ഒത്തിരി അധികാരമൊക്കെ ഉണ്ട്. ഞാൻ പുറത്തു പോകാനാ പറഞ്ഞു. അപ്പൊ സതി അവൻ്റെ ഒരു കൈക്ക് പിടിച്ചു. നീ പോണ്ട. ലക്ഷ്മി മറ്റേ കൈക്ക് പിടിച്ചു. എന്ത് ചെയ്യും? രണ്ട് പെണ്ണുങ്ങൾ കൂടി ഒരുത്തിന് എന്നെ ശരിപ്പെടുത്തുക. തർക്കത്തന്നെ കയറുന്ന മരം കയറ്റത്തുള്ള പ്രയാസം അവൻ അനുഭവിക്കുന്നു. യഥാർത്ഥ ഉടമസ്ഥൻ പറയും, നീ കയറി തേങ്ങ വെട്ടാ വെച്ചാണ്. ഞാൻ അളപ്പിച്ചാടാ. എടാ നീ കയറി തേങ്ങ വെട്ടാ. എടാ ഞാൻ അളപ്പിച്ച ആണുങ്ങൾ കല്ലിട്ടേച്ച് പോയാടാ. അല്ലെങ്കിൽ അവൻ അളപ്പിക്കട്ടാ. നീ കയറി തേങ്ങ വെട്ടാ. രണ്ട് പട കയറി. തർക്കക്കാരൻ വിടുവോ? വെച്ചാളെ എന്റെ കാലിയാ വെട്ടാൻ വിടും. 5 പട ഇറങ്ങി. വീട്ടിൽ ചെന്നപ്പോ അമ്മ ചോദിച്ചു, ഡിബു ജോലി കിട്ടിയോ? ജോലി കിട്ടി. കായുടെ കൊഴ തിരിഞ്ഞു. മറ്റൊരു ദിവസം ദീപാങ്കരം ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ സതി ഓടിക്കിടച്ചു ചെന്നു. ഞങ്ങളുടെ ചേച്ചി എവിടെ? അവരിന്നലെ കോളേജിൽ പോയി തിരിച്ചു വന്നിട്ടില്ല. സ്ഥലമില്ല. നീ അറിയാതെ പോയിട്ടില്ല. സത്യം പറഞ്ഞു, നിങ്ങൾ പോലീസിൽ എത്തിക്കും. നിന്റെ ചേട്ടത്തി ഇവിടെ പോയെന്ന് എനിക്കെന്നറിയാം. നീ ഇങ്ങോട്ട് വാ. ചിറ്റപ്പന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ സത്യം പറയും. ഇങ്ങോട്ട് വാ. അവളവനെ കൈക്ക് പിടിച്ച് വലിച്ചഴിക്കുന്നു. രണ്ടാമത്തെ നിലയിൽ നിന്നോട് ചിറ്റമ്മ വിളിച്ചു പറഞ്ഞു, എലിമെന്നെ സതി എന്തിനാ ചെറുക്കനിട്ട് വലിച്ചഴിക്കുന്നത്? പാവപ്പെട്ടവന് അവനെ വിട്. നിന്റെ ചേട്ടത്തി ഒളിച്ചു പോയത് എവിടാന്ന് അവനെങ്ങനെ അറിയാം? എവിടാ ഒളിച്ചു പോകുന്നവരൊക്കെ നാട്ടുകാർക്ക് പറഞ്ഞിട്ടല്ലേ പോകുന്നു. അത് ശരിയാണ്. ഒളിച്ചോന്നവരെല്ലാം സാധാരണ വലിയ മീറ്റിംഗ് വിളിച്ചുകൊണ്ട് പറയാറുണ്ട്, നാട്ടുകാരെ നാളെ വൈകുന്നേരം ഞാൻ ഒളിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നു. നീ അവനെ വിട്. ദീപു പിന്നെയും വന്ന് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കിരണം ചെന്നു, കൂട്ടുകാരൻ ദീപു ഡാക്ടർ ബാബു നമ്മളെ പറ്റിച്ച ലക്ഷണം. 5 രൂപ നോട്ടീസ് വരെ ചിലവായിട്ട് കള്ളനോട്ടാ. തരും, ഞാൻ മാറി എടുത്തത്. ഒഴിവുള്ളൊരു ദിവസം ദീപാമ്പരം പോയി. കൽക്കത്ത നഗരിയിൽ ബഹുസാർ തെരുവിൽ
ദാത്താർ ബാബു ആൻഡ് കമ്പനി, വലിയ കമ്പനി. പക്ഷെ പൂട്ടിയിട്ടിരിക്കുന്നു. അവൻ ചോദിച്ചതെന്താ? ഇവിടെ ഒഴിവാണ്. ഒരാൾ പറഞ്ഞു കൊടുത്തു, ആജീവനന്തമടഞ്ഞു പോയി വാതിലായും തുറക്കുവാനില്ല, ആജീവനന്തമടഞ്ഞു പോയി വാതിലായും തുറക്കുവാനില്ല, എല്ലാം നശിച്ചു കടത്തിന് നിശ്ചയം എന്നോ മറഞ്ഞു പോയി കണ്ട, എല്ലാം നശിച്ചു കടത്തിന് നിശ്ചയം എന്നോ മറഞ്ഞു പോയി കണ്ട, എന്നോ മറഞ്ഞു പോയി കണ്ട, എന്നോ മറഞ്ഞു പോയി കണ്ട. അവിടെ മഞ്ഞ പെയിന്റടിച്ച് വീടുകയാണ്. അവിടെയാണ് മനുഷ്യൻ താമസിക്കുന്നത്. പോയി തിരക്ക് നോക്കി, ചിലപ്പോൾ അവിടെ കാണും. ഡോക്ടർ ബാബു, ഡോക്ടർ ബാബു, ഇത് ദീപാന്തരനാണ്. ദീപുവാ. വാതിൽ തുറക്കപ്പെടുന്നു. ചേച്ചി, വേനലിൽ വാടിയ വന്നരി പോലെ വേനലിൽ വാടിയ വന്നരി പോലെ ആകെ മുഷിഞ്ഞ മുഖാവേഷം ആനന്ദീനയോടി, ആകെ മുഷിഞ്ഞ മുഖാവേഷം ആനന്ദീനയോടി, ആനന്ദീനയോടി, ആനന്ദീനയോടി. നിങ്ങളെങ്ങനെ ഇവിടെ വന്നു? എന്റെ കല്യാണം കഴിക്കണം. കല്യാണം കഴിഞ്ഞു. എവിടെ ഡോക്ടർ ബാബു? ഇവിടെ ഇല്ല, ഒളിവിലാണ്. കടക്കാരുടെ ശല്യം. പൊളി വരാറില്ലേ? വരും. മോകതമൂടി ലോകമൂലനായ മോകതമൂടി ലോകമൂലനായ നിങ്ങളെങ്ങനെ ആഹാരം കഴിക്കുന്നു? ആഭരണങ്ങളൊന്നും ഈ ബസ്സപ്പാട് സൈക്കിൾ എന്റെ ഇവിടെ കിടക്കുന്നു. കോടീശ്വരന്റെ മകളാണ്. ഒന്ന് പട്ടി കിടക്കുന്നു. അറിഞ്ഞൊരു ചേച്ചി അവരെല്ലാം കാത്തിരിക്കും. നമുക്ക് പൊയ്ക്കളയാം. പിന്നെ ദീപു, നീ വിവാഹത്തിനാകുമ്പോൾ മാത്രമേ ഒരു ഭാര്യയുടെ ത്യാഗബുദ്ധി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ത്യാഗബുദ്ധി, ത്യാഗബുദ്ധി. എത്ര രൂപയുടെ കടമുണ്ട്? 6000 രൂപ ഉണ്ടെങ്കിൽ ബിസിനസ് വേണ്ടി തുടങ്ങാമെന്നൊക്കെ ഞാൻ പറയുന്നു. 6000 രൂപ ചേച്ചി വിഷമിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. സഭയിലെ പണം കാണും. പണം കാണും, അവള് തരില്ല. നീ ചോദിച്ചു നോക്ക്. നിന്നോട് വലിയ കാര്യമാണ്. ചേച്ചി പോകാൻ വണ്ടിക്കൂലി കാശില്ല. പാവം ദീപു അവിടെ വണ്ടിക്കൂലി കാശ് മേടിച്ചിറങ്ങിയപ്പോ ഒരു തെരുവിലെത്തുമ്പോൾ സന്ധ്യയായിരുന്നു. പേടിച്ചു നിൽക്കുക. ആരാ നിന്നവന്റെ കൈക്ക് പിടിച്ചു? പേടിക്കണ്ട, ഞാൻ കിരണൻ. എന്താ കിരണ? അവിടെ വിളിക്കട്ടെ. അവന്റെ കഥ കഴിച്ചതാ. ഇവിടുത്തെ പോലീസ് കമ്മീഷനിലടാ സായിപ്പ്. അവരെ ശരിപ്പെടുത്തി. ഇങ്ങനെ ബ്രിട്ടീഷുകാരനെല്ലാം ഒന്നൊന്നായി കൊന്നൊടുക്കിയവൻ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചല്ലാതെ ഞങ്ങൾ സ്വരാജ്യ പ്രസ്ഥാനക്കാർ അടങ്ങിയിരിക്കില്ല, അടങ്ങിയിരിക്കില്ല. ദീപു, നാളെ വൈകിട്ടൊന്ന് കാണണം. ഒളിഞ്ഞിരിക്കുന്ന എന്റെ നേതാവ് ഭജിയുണ്ട്, എന്നെ തിരക്കുന്നുണ്ട്. ബംഗാളിൽ സ്വരാജ്യ പ്രസ്ഥാനം വളരെ വളർച്ച എത്തിയ കാലഘട്ടമാണ്. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഓടിക്കാൻ അവർ കണ്ട പരിപാടി തായ്പരി ഇവിടെ വെച്ച് കണ്ടാലും തട്ടും. ഒരുത്തനെ ഇപ്പോൾ വഹിച്ചതേ ഉള്ളൂ. മോശക്കാരനല്ല, അവിടുത്തെ പോലീസ് കമ്മീഷണർ സായിപ്പിന്. ദീപു സ്വന്തം വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് സതീയുടെ വെട്ടിക്കയറി. സതി ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്ന പോലെ പെട്ടിക്കകത്ത് സാരിയും ബ്ലൗസും ഒക്കെ അടുക്കി വയ്ക്കുന്നു. അവിടെ മുഖം വാടിയിരിക്കുന്നു. സതി പലയിടം പോകുന്നോ? അതെ, തിരിച്ചു പോന്നു ബർമയിലേക്ക് അടുത്ത ആഴ്ച.
അതെ, ഞാൻ വന്നത് നിന്നോട് കാര്യം ചോദിക്കാനാണ്. ചോദിക്കും, ഇപ്പോഴെങ്കിലും തോന്നിയല്ല. എനിക്ക് കുറച്ച് പണം വേണം. പണം? അതിന് മറുപടി ഒന്നും ചോദിക്കണം ഞാൻ വിചാരിച്ചു. തരാം. എനിക്ക് 6000 രൂപ വേണം. 6000 രൂപ തരാം. ബർമ്മയ്ക്കൊന്ന് അച്ഛനെ മേടിച്ച് അയച്ചുതരാം. നീ ചോദിച്ചതുകൊണ്ട് നീ ചോദിക്കുന്നുണ്ട് ഞാൻ തരും. അവനിറങ്ങി. അവനൊന്ന് കത്തിലിട്ടു. കരയുന്നു, തെങ്ങിക്കരയുന്നു. അവൻ പിന്നെയും ചെന്നു. അതെ, ഈ 6000 രൂപ എന്റെ പേർക്ക് അയക്കണ്ട, കിരണന്റെ കേറാത്തിൽ അയച്ചാൽ മതി. അത് എഴുന്നേറ്റ് ഓടിച്ചവന്റെ മുഖത്തിൽ അടിയും കൊടുത്തു. എന്നിട്ട് അവള് പോയി കട്ടിലിട്ടു. പൊട്ടി 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 കഴിയും. കേരളത്തിൽ എന്നെ തല്ലിയത് കാശിനെ പറഞ്ഞാൽ പോലെ. ഇങ്ങനെ കരണക്കുറ്റിക്ക് കാച്ചേണ്ട കാര്യമല്ലോ. എവളെങ്ങനെ കരയുന്നു? അടികൊണ്ട ഞാൻ കഴിഞ്ഞാൽ അർത്ഥമുണ്ട്. അടിച്ചതിനെ കരയുന്നു. സതി സതി അവൾ പിന്നെ കരയുന്നു. അവൻ ഇറങ്ങി പൊയ്ക്കളഞ്ഞു. അന്ന് ഉറങ്ങാൻ കഴിയില്ല. ഒന്നാമത് കവള് നല്ല വേദന. അടിച്ച പെണ്ണാണെങ്കിൽ ഏറ്റടിയായിരുന്നു കേട്ടോ. അവൻ മുറിക്കകത്ത് നടക്കുക. പണത്തേക്കാൾ വിലയുള്ളത് പലതും കാണും. അത് ഞാനിങ്ങനെ നിന്നോട് ചോദിച്ചു. നീ ഓടിച്ചെന്ന മകളാണ്, ഞാൻ അടുക്കളക്കയുടെ മകൻ. അവൻ ചെന്ന ജാലകം തുറന്നു. എന്നെ നില വിളിച്ച സതിയുടെ വീട്. അവൾ ഉറങ്ങുന്ന മുറി വിളിച്ചുണ്ട്. ഒരുപക്ഷെ അവൾ ഉറങ്ങുന്നില്ലായിരിക്കാം. നീ പോവുകയാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ നാം തമ്മിൽ കണ്ടിരുന്നു വരാം. ഒരിക്കലും നിന്റെ അന്ത്യോപഹാരമായിരിക്കാം എന്റെ കവിളിൽ ഈ നോവ്. നോവല്ലല്ലോ ഈ നോവിന്റെ മധുരം. എൻ കവിളിലെ നോവിൻ മധുരം കവിളിലെ നോവിൻ മധുരം ഈ കോടീശ്വരന്റെ മകളാണ്. എന്തിനാ അമ്മ എത്ര കാലത്തെ വിളിക്കുന്നത്? എന്തിനാ എത്ര കാലത്തെ വിളിക്കുന്നത്? പിന്നെ കാലത്തെ മണി 8 നിനക്കൊരെഴുത്ത് വരൂ. അല്ല എനിക്ക് ജോലി, റെയിൽവേ ഓഫീസിൽ ഗുമസ്തനായിട്ട് ജോലി. ഇന്ന് 11 മണിക്ക് അവിടെ ചെല്ലണം. അമ്മേ, അപ്പൊ ഞാൻ അറിയാതെ അമ്മ എനിക്ക് ജോലി വിലക്ക് മേടിച്ച് തന്നു കഴിഞ്ഞു. ഇതിനെന്താ അമ്മേ വില? പിന്നെ വില 33 രൂപ ഒരു മാസം ശമ്പളം. ഞാൻ സമ്മതിച്ചോ, നീ എന്നെ കൊന്നാലും ശരി. അയാൾ 50 രൂപയ്ക്ക് പിടിക്കാൻ പറഞ്ഞു. പറ്റത്തില്ല, ഞാൻ പാവപ്പെട്ടോളാ. എന്റെ മോന്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ ഒരു മാസം ശമ്പളം ഇയാൾ മേടിച്ചു. 33 രൂപയും മേടിച്ചു. അവൻ ശമ്പളവും മേടിച്ച് ഇറങ്ങി വരുമ്പോ നമ്മുടെ കേസവളുടെ കടയുടെ മുമ്പിൽ നിന്ന് അത് പിടിച്ചു വെച്ചോണ്ട് വെച്ചു. പൊന്നു മോനെ, അതൊരു കൈക്കൂലി. അതോടാ അതൊരു നന്ദി. ഒന്നും ആലോചിച്ചാലോ. ഓഫീസിൽ ചെന്നപ്പോ, ഈ ഓഫീസ് കണ്ടപ്പോ, റെയിൽവേ ഓഫീസ് കണ്ടപ്പോ മനസ്സും അടുത്തു. കരിങ്കല്ല് കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു കാരാഗ്രഹം പോലെ. അകത്തോട്ട് കയറി ചെന്ന ഒരു വല്ലാത്ത വാട. ഫയലെല്ലാം കൂടി ചുമിച്ച നാറ്റം. ഒപ്പിട്ട് കൊടുത്തു. അതിന്റെ ഓഫീസർ വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ ദീപാങ്കരൻ, ഇതാണ് നിങ്ങളുടെ സീറ്റ്. ചെന്ന് അങ്ങോട്ട് ഇരുന്നതാ.
കാരണം കസേര പണ്ട് 4 കാലോളായിരുന്നു, ഇപ്പൊ 3 കാലേ ഉള്ളൂ. എഴുന്നേറ്റപ്പോഴും കസേര എങ്ങനെ കിടക്കാൻ ചില വലിയ പട്ടി കടിക്കാൻ ചിലപ്പോൾ കൊച്ചു പട്ടി കാല് പൊക്കി പല്ലും കാണിച്ചത് കിടക്കുന്നുണ്ട്. കസേര പൊക്കി എടുത്ത് ഭിത്തിയോട് ചേർത്തിട്ടിരുന്നു, 2 അക്ഷരം കുറിച്ചു, മൂട്ട, ബ്രിട്ടീഷ് മൂട്ട. അവൻ എഴുന്നേറ്റപ്പോ മൂട്ട വിളിക്കുന്നു, ഇരിയടാ ഇരിയടാ, ഒന്നും ചെയ്യത്തില്ലടാ ഇരിയടാ. സത്യം പറഞ്ഞാൽ അന്ന് ഓഫീസ് വിട്ടിറങ്ങിയപ്പോ ഉദ്യോഗത്തിൽ പ്രവേശിച്ച ദിവസം ഓഫീസ് വിട്ടിറങ്ങുമ്പോൾ അവന് തോന്നിയത് ഉദ്യോഗമെന്ന ദൂരത്തിന്റെ ശമ്പളം അന്ന് വൈകിട്ട് കിരണനെ കണ്ടപ്പോൾ അവന്റെ അഭിപ്രായം തന്നെയാണ്. ശമ്പളം എടാ ദീപ് 33 രൂപ ശമ്പളം നീ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിന്റെ ജീവിതം വിലക്ക് വാങ്ങിയിരിക്കാൻ. ഇതവർ സംബന്ധം ചെയ്യും, ശമ്പളക്കാരനല്ലേ, എവിടെന്നെങ്കിലും ഒരുത്തെ കൊണ്ടുവരും. അവളിങ്ങോട്ട് വന്ന് വർഷം ഓരോ കുഞ്ഞിനെ നിന്റെ മടിയിൽ കൊണ്ടുവച്ച്, സുരേഷ് കുമാറിനെ ഒന്ന് നോക്കിക്കോന്ന് ഞാനൊന്ന് അരച്ച് വെച്ചിട്ട്, സന്തോഷ് കുമാറിനെ കൂടെ നോക്കിക്കണം, പൊടിയനെ കൂടെ നോക്കിക്കണം, പൊടിച്ചെ കൂടെ നോക്കിക്കണം. 10 കൊല്ലം ആകുമ്പോൾ 14 പൊടിയനും പൊടിച്ചിയായി വണ്ടിക്കാളെ വലിക്കുന്ന പോലെ നീ എല്ലാത്തിനെയും വലിച്ചുകൊണ്ട് പോയി എവിടെങ്കിലും വീണിച്ചാവും. അതല്ലടാ ജീവിതം. വംശസമുന്നതി, ഏതൊരുത്തന്റെ ജനനം കൊണ്ടാണോ അവന്റെ വംശം സമുന്നതിയെ പ്രാപിക്കുന്നത്, അവനാണ് ജനിച്ചവൻ. അങ്ങനെ ജനിച്ചവനായിട്ട് ജീവിക്കുന്നവടാ നേതാജി ബോസിനെ പോലെ, CR ദാസിനെ പോലെ നാട്ടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജോലി രാജിവെക്കണോ? അത് ഞാൻ പറയും. പക്ഷെ നിന്റെ ഒരു കറക്കമുണ്ടല്ലോ, ലക്ഷ്മി സതി ലക്ഷ്മി സതി, ആ നാണം കെട്ട കറക്കം നിർത്തണം. നിർത്തി മേലെ പോവില്ല. ഒരു ദിവസം രാവിലെ ദീപന് വിളിച്ചുണർത്തിയ അമ്മയല്ല, എഴുന്നേക്കണം, ഓടി എഴുന്നേറ്റപ്പോ പോലീസ്. നിങ്ങളാണോ ദീപാങ്കരി? അതെ, നിങ്ങൾ വല്ല അറസ്റ്റ് വാറണ്ടുണ്ട്. എന്താ കാര്യമൊക്കെ അങ്ങോട്ട് പറയാം. അവരവിടെ പൊക്കി വണ്ടി കെട്ടിട്ട് സ്റ്റേഷനിലെത്തിപ്പോഴും കാതുകളിൽ മുഴങ്ങുന്ന പാവം അമ്മയുടെ ആർത്തനാദമാണ്. ചുവന്ന കണ്ണും ചെമ്പൻ മീശായിട്ട് വരുന്ന ഒരു ഓഫീസർ. നിങ്ങൾക്ക് രാജ്യത്തല്ലോ? അതെ സാർ. ബ്രിട്ടീഷ് കമ്പനി ജോലിയുണ്ടല്ലോ. ഇതായിരുന്നു ക്രിക്കറ്റ് 10,000 രൂപ. നിങ്ങളുടെ ജീവിതകാലം അത്രയും ജോലി ഒരുമിച്ച് നടന്നു. എടുത്തോളൂ. എന്തിനാ സാർ? നിങ്ങൾ എടുത്തോളൂ. മനസ്സിലാവുന്നു സാർ. കേരളവിടെ എനിക്കറിഞ്ഞോളൂ സാർ. നിങ്ങളെക്കാൾ ചില ജില്ലകളെ കൊണ്ട് നിങ്ങൾ പറയിച്ചിട്ടുണ്ട്. നീ പറയുന്നത് നിങ്ങൾ പറയിക്കണ്ടേ? മര്യാദ പണം എടുത്ത് പറയും. എവിടെ എനിക്കറിഞ്ഞോളൂ സാർ. എനിക്കറിയില്ല. അവരെ കർവാസോട് മേക്കപ്പെട്ടു. ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടീഷുകാരാണെന്നറിയോ? അറിയാം. അവരെ ഒന്നായി കൊന്നൊടുക്കുന്ന നിന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടാൻ നടക്കുന്ന നിന്റെ വലിയ നേതാവെന്നുള്ള അജ്ഞാനം അഡ്രസ് അറിയോ? എനിക്ക് ഒന്നും സാർ. നീ കണ്ട പുള്ളിയല്ല. ഉത്തരവ് SI വന്ന ഒരടി ഒരു പിടിയും കൂടാ. കൊണ്ടുപോ അവരെ കൊണ്ടുപോ. അങ്ങനെ കൊണ്ടുപോയി കഴുത്തിന് നോക്കി പിടിച്ച കള്ളു മുഖമെടുത്ത് നീ പോലും മുറിക്കാത്തത്. പൊതിഞ്ഞു കഴിഞ്ഞു ആള്. നല്ലവരായി ജനിച്ചവരെല്ലാം അല്ലലാ നലയും
വരുമ്പോൾ നല്ലവരല്ലാത്തവരെല്ലാം അല്ലാത്തതും എല്ലാവരും ഇരിക്കും. അതൊന്നുമില്ല, ഒരു കാര്യമില്ല. അതൊന്നുമില്ല, എല്ലാവരും അതാത് സ്ഥാനങ്ങളും മുറച്ചിരിക്കുക. ഒന്നോ രണ്ടോ ആൾ വിചാരിച്ച് നമ്മളെല്ലാവരും എഴുന്നേക്കാൻ പാടില്ല. ഒന്നോ രണ്ടോ ആൾ വിചാരിച്ച് നമ്മളെല്ലാവരും എഴുന്നേക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ഇരിക്കണം. എല്ലാവരും ഇരിക്കുക, ഉറച്ചോടെ ഇരിക്കുക. സഹോദരിമാരും അമ്മമാരും പേടിക്കാതെ ഇരിക്കുക. തൊണ്ടല്ലൂർ ക്ഷേത്ര സന്നിധിയിലല്ലേ നമ്മളിരിക്കുന്നു, അവിടെ ഇരിക്കും. ഭേദം ഗന്ധം എല്ലാം അവർ നോക്കി. പക്ഷെ ഒരക്ഷരം ദീപ് പറഞ്ഞില്ല. കാര്യം തന്നെ കൊന്നാലും വേണ്ടില്ല, കിരണം ജീവിക്കണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടുന്നതിന് കിരണം ജീവിക്കണം. കിരണന് തന്നെ കൊണ്ട് അവസ്ഥ പലതും അവനെ കൊണ്ട് കഴിയും. അതുകൊണ്ട് 10,000 രൂപയുടെ പൊതി അവൻ വലിച്ചെറിഞ്ഞു കൊടുത്തു. മർദ്ദനമെല്ലാം സുഖമായിട്ട് അവൻ ഏറ്റു സഹിച്ചു. 2 ആഴ്ച കഴിഞ്ഞ് ഒരു ദീപന് വിട്ടു. ഒരു തെറ്റും ചേർത്ത് ചെറുപ്പക്കാരന് ചവിട്ടി ചങ്കയിലൊക്കെ വിട്ടിരിക്കുകയാണ് കുറെ പരാക്രമശാലികൾ. ഒരു പാവം പിടിച്ച തള്ളയുടെ പാവം പിടിച്ച മകനെ ഇടിച്ച് ചെരുപ്പെടുത്ത് വിട്ടിരിക്കുകയാണ്. പ്രിയനാഥ് മല്ലിക് റോഡിലെത്തിയപ്പോൾ റോഡിന് 2 സൈഡിലും കണ്ടമാനം കാർ പരിവരിയായിട്ട് കുറെ അധികം ദൂരത്ത് കിടക്കുന്നു. അവിടെ എന്തോ ഒരു വിശേഷം. അതാ ഒരു വലിയ ബംഗ്ലാവിന്റെ മുറ്റം നിറയെ കാർ, വില കൂടിയ കാറുകൾ. അകത്തൊരു വലിയ പന്തൽ നിറച്ച അതിഥികൾ, ആയിരക്കണക്കിന് ആളുകൾ. എല്ലാവരും കോട്ടും പാന്റും കൈയും ധരിച്ച മാന്യന്മാർ. പന്തലി വായന നടക്കുന്നു. തെച്ചിപ്പൂവിന്റെ സുഗന്ധം കാറ്റിലൊഴുകുന്നു. അവനവിടെ വന്നു. ഇവിടെ എന്താ വിശേഷം? ഇവിടെ കല്യാണം. ഇത് വരണ്ട വീടാ വെച്ചാ എന്താ അങ്ങനെ? സാധാരണ വധുവിന്റെ വീട്ടിലാണല്ലോ കല്യാണം. ഇത് വധു വിദേശത്തുള്ള ധർമാക്കായി. വധുവിന്റെ പേരറിയോ? വധുവിന്റെ പേര് കവിയെന്നോ കൊതിയെന്നോ മറ്റോ. അവനകത്ത് കടന്നു. പന്നിൽ പ്രവേശിക്കാൻ മേല. അതിനെ തിരിഞ്ഞിരിക്കുന്നു. വായന നടക്കും. എല്ലാവരും താളം പിടിച്ചിരിക്കുന്നു. സതി തന്നെ കണ്ടു. പെട്ടെന്നുള്ള മുഖം വലിച്ചു. ആരും ക്ഷണക്കത്തയക്കാതെ കൊണ്ട് ഞാനാരോ നിശ്ചയമാണ് നിൽക്കേറെ ഇഷ്ടം സ്മരിക്കുന്ന നിശ്ചയമാണ് നിൽക്കേറെ ഇഷ്ടം സ്മരിക്കുന്ന സ്നേഹമെന്നതി നടന്നു. വളരെ വേഗം നടന്നു. അമ്മേ ഞാൻ വന്നു. ദീപു അമ്മേ ആവാതിൽ തുറക്കപ്പെടും. അമ്മേ ഞാൻ വന്നു. അമ്മ മിണ്ടുന്നില്ല, തുറച്ചു നോക്കുന്നു. അനങ്ങുന്നില്ല. അമ്മ എനിക്കൊരു കുഴപ്പവും പറ്റില്ല. ആരും എന്നെ ഒന്നും ചെയ്തില്ല. അമ്മ വിഷമിക്കണ്ട. അമ്മേ ഡോക്ടർ വന്നു. ജോലി നഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതിയാണ് 2 ദിവസം കഴിഞ്ഞ് ദീപാങ്കരൻ ഓഫീസിൽ ചെന്നത്. ജോലി നഷ്ടപ്പെട്ടിട്ടില്ല. മേശപ്പുറത്തൊരു കത്ത്. ദീപു, ഈ കത്ത് കിട്ടിയാൽ ഉടനെ ഇവിടെ വരണം. ലക്ഷ്മേട്ടത്തി. അവൻ ഓടിയെത്തി. കിരണനോട് ചെയ്ത് പ്രശ്നം മറന്നു. ലക്ഷ്മേട്ടത്തി, ഇന്നാണ് കത്ത് കണ്ടത്. ജയിലായിരുന്നു. അറിഞ്ഞു കാണുമല്ലോ. അവനെന്റെ ഒരു പരിചയക്കാരനാണ്. എന്ത് പരിചയം? എന്തിനോട് വന്നു? അവന്റെ ജന്മദിനമാണ്. വിരുന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. കണ്ടവന്റെയൊക്കെ ജന്മദിനം ആഘോഷിക്കാനാണോ വധുവിനെ ഈ ഘോഷഭവനത്തിൽ കൊണ്ടുവന്നത്? അവനെനിക്ക് സഹോദരനാണ്.
കാളിക്കട്ട് ഞങ്ങൾ അയൽക്കാരായിരുന്നു. അതിന്റെ അമ്മയെ ഞാൻ ചിറ്റമ്മയെന്നാണ് വിളിക്കുന്നത്. ഓഹോ, സഹോദരനാണോ? അത് ഞങ്ങൾ അറിഞ്ഞില്ല. കഴിഞ്ഞ വർഷം സഹോദരൻ ജന്മദിനം ഇല്ലായിരുന്നോ? കൃത്യമായിട്ട് ഞാനും സനാതനും തീർത്ഥയാത്രയ്ക്ക് പോയപ്പോ ക്ഷണിച്ചിരിക്കുന്നു സഹോദരനെ ജന്മദിനം ആഘോഷിക്കാൻ. ഞങ്ങൾ അതിനെ കാര്യമൊന്നും വിചാരിച്ചില്ല അല്ലേ? 2 ആഴ്ചയെങ്കിലും ആഘോഷിക്കാമെന്ന് വിചാരിച്ചല്ലേ? ചെല്ല് സഹോദരനൊന്ന് വിഷമിക്കുന്നു. എനിക്ക് ആഘോഷിച്ചിട്ട് ചെല്ല്. പകുതിരിയെ ചെന്നപ്പോ ദീപ് പോകാനിരിക്കും നിൽക്കുക. നീ അവിടെ ഇരിക്കും, നീ ധൈര്യമായിട്ട് അവിടെ ഇരിക്കും. ഇതെല്ലാം കഴിച്ചിട്ട് പോയാൽ മതി. പാവം ദീപു അവിടെ നിന്നെല്ലാം വാരി കഴിച്ചു, വിഷം കഴിക്കുന്ന പോലെ. ഡ്രൈവറോടെ വേണ്ട മതി, ഞാൻ നടന്നു നിൽക്കോളാം. പോരാ, നീ ഇവിടുത്തെ കാൽ വേണം തിരിച്ചു പോകാൻ. ദീപുവിനെ കാൽ കെട്ടി യാത്രയാക്കുമ്പോൾ സത്യം പിന്നെയും വിളിച്ചു പറഞ്ഞു, ദീപു നീ നാളെയും വരണം. അതൊരു വെല്ലുവിളിയാണ്, സ്പെഷ്യലോടുള്ള വെല്ലുവിളി. അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞു. പത്തു അത്ര അവർക്ക് പറയേണ്ട, എനിക്ക് കേൾക്കാം. ഞാൻ കേട്ടു, അവൻ നാളെയും വരണം. ഞാനിവിടെ ജീവിച്ചിട്ടുണ്ട്. നായിക മരിച്ചിട്ട് ഓർമ്മ വേണം. അന്ന് രാത്രിയോട് ഭർത്താവിന്റെ അടുത്ത് വളരെ പേടിക്കാണ്. ഭർത്താവ് സനാതന് തിരിഞ്ഞു മറിഞ്ഞും കിടക്കുക. പുള്ളിക്കാരൻ ക്ഷീണം, യാത്രാക്ഷീണം. അതിൽ നിന്ന് ഭർത്താവിന്റെ അടുത്ത് കിടന്നു. ഏത് സമയത്ത് ചോദ്യം ഉണ്ടാകുന്ന പ്രതീക്ഷ കിടന്ന് ചോദ്യം ഉണ്ടായി. സതീ, എനിക്കിപ്പോഴൊരു കാര്യം മനസ്സിലായി. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലേ നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പാകും. എത്ര പെട്ടെന്നാണ് ഞങ്ങളുടെ യാത്ര മുടങ്ങിയത്. ജഗന്നാഥപുരി കൃത്യം 10 മൈൽ ഇപ്പുറത്ത് വെച്ച് വെള്ളപ്പൊക്കം, പാളം മുങ്ങിപ്പോയി. പിന്നെ ട്രെയിൻ മുമ്പോട്ടും പുറകോട്ടും പോകുന്നില്ല. 3 ദിവസമാണ് ഞങ്ങൾ ട്രെയിനിനകത്ത് കഴിഞ്ഞത്. ഇപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായി. ജഗന്നാഥപുരിയിലേക്ക് രഥോത്സവത്തിനുള്ള യാത്ര ഇനി മാർച്ച് മാസത്തിൽ മതി. അതൊക്കെ സമാധാനമായി. കാര്യം അങ്ങനെ ഒരു യാത്രയ്ക്ക് ഘോഷയാത്ര ഇവിടെ തീർത്ഥാടനത്തിന് പോയ കാര്യമൊക്കെ പറയുക. അങ്ങക്ക് മറ്റൊന്നും ചോദിക്കാനില്ല എന്നോട്. എന്താണ്? അന്ന് വരുമ്പോൾ ഞാൻ ഒരു അന്യപുരുഷന് ആഹാരം വിളമ്പായിരുന്നു. അയാളാണെന്ന് ഇതുകൊണ്ട് ചോദിക്കുന്നില്ല. ശരിയാണല്ലോ, അയാൾ ആരായിരുന്നു? സനാതനും പതുക്കണമെന്ന് വരുന്നേ ഉള്ളൂ. എന്റെ ബാല്യകാല മിത്രമാണ്, പേര് ദീപാങ്കുരൻ. അങ്ങയാളെ പരിചയപ്പെടണം. ഞാൻ വീണ്ടും ക്ഷണിച്ചിട്ടുണ്ട് ഇവിടെ വരാൻ. എന്താ ഇനിയും ക്ഷണിച്ചിട്ടുണ്ടോ ഇവിടെ വരാൻ? എന്തത്ഭുതം! പുള്ളിക്കാരൻ എല്ലാം അത്ഭുതമാണ്. വിളിച്ചാലും അത്ഭുതം, വിളിച്ചില്ലേലും അത്ഭുതം. അടുത്ത ദിവസം ഒന്ന് അവനെ ക്ഷണിക്കാൻ എടുക്കുന്നു ഓഫീസിൽ. ദീപു യെസ് കം ഇൻ പ്ലീസ്. അവളകത്ത് കയറിച്ചെന്നു. നീ എന്തിനാ ഈ ഓഫീസ് വന്നു? നാണക്കേട്. എന്താ ഇവിടെ സ്ത്രീകൾ പ്രവേശനമില്ലേ? നിന്നെ ക്ഷണിക്കാൻ വന്നത് നീ മറന്നു എന്ന് എനിക്കറിയാം. ഒരു കാൽക്കാർ വീട്ടിലോട്ട്. ഞാൻ ഇനിയും വരണമെന്നല്ലേ പറ്റുന്നു. എന്തുകൊണ്ട് വന്നുകൂടാ? നീ വന്നേ തരൂ. നീ എന്റെ ഭർത്താവിനെ പരിചയപ്പെടണം. എങ്ങനെ നീ മാനക്കേട് മാറും? ഒരു കാൽക്കാർ. അവൻക്കിന്ന് കാൽക്കാർ പ്രതി കൂടെ അതേ സീറ്റിൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുക. വണ്ടി അതിവേഗം നീങ്ങി. അവളുടെ ഈ കവളിലാണ് അന്ന് അവൾ തല്ലിയത്. അവളുടെ തഴുകുന്നു കൺകളിൽ കേൾക്കുന്നുണ്ടോ? വായിച്ചോണ്ടിരിക്കണോ? കേൾക്കുന്നുണ്ടോ? ദീപാങ്കരം വന്നു. കേൾക്കുന്നുണ്ടോ? ഭർത്താവിന്റെ പേരാണ്. കേൾക്കുന്നുണ്ടോ? ദീപാങ്കരം വന്നു. ഓ മിസ്റ്റർ ദീപാങ്കരൻ, നിങ്ങൾ വീണ്ടും വന്നു. എന്തത്ഭുതം! ഒരു കാര്യം എനിക്കിപ്പോ മനസ്സിലായി. ജഗന്നാഥപുരിയിലേക്ക് രഥോത്സവത്തിനുള്ള യാത്ര ഇനി മാർച്ച് മാസത്തിൽ മതി. എന്ത് വെള്ളപ്പൊക്കം! അപ്പോൾ ഞാൻ പുസ്തകം വരുത്തി. ഇതായിരിക്കുന്നു 3 പുസ്തകം. ഒറീസയിലെ വെള്ളപ്പൊക്കം, അവിടുത്തെ ഭൂമിശാസ്ത്രം, അവിടുത്തെ നദീതത്വം. 75 രൂപയാണ്. സതി ഓർമ്മയുണ്ടോ? അന്ന് നമ്മൾ ആഹാരം കഴിച്ചിരിക്കുമ്പോൾ തിരുതമത്സ്യം പൊരിച്ചത് 2 കഷണം കൊണ്ട് തിന്നപ്പോ കേട്ടോ മിസ്റ്റർ ദീപാങ്കരൻ, ഈ തിരുതമത്സ്യത്തിന് എന്ത് രുചിയാണ്? അപ്പോൾ ഞാൻ പുസ്തകം വരുത്തി. മത്സ്യശാസ്ത്രം ഇതായിരിക്കുന്നു. പുഴ മത്സ്യം, കായൽ മത്സ്യം, കടൽ മത്സ്യം, സ്വദേശി മത്സ്യം, വിദേശ മത്സ്യം. 125 രൂപയാണ്. ഇത് വായിച്ചു തീർക്കാൻ 2 കൊല്ലം വേണ്ടി വന്നു.
ഈ ഇരിക്കുന്ന പുസ്തകമൊക്കെ ഞാൻ വായിച്ചു തീർത്താം, ഇതെല്ലാം ഞാൻ വായിച്ചു തീർക്കാം. കൊള്ളാം. വായിച്ചു തീർത്ത പുസ്തകത്തിന് കണക്ക് പറഞ്ഞിരുന്നാലേ അവന് വിശക്കുന്നുണ്ടാവും. ഓ മിസ്റ്റർ ദീപാങ്കരൻ, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവും. എന്തത്ഭുതം. ശരി, വെച്ചോളൂ, വീട്ടിൽ ചെന്ന് ആഹാരം കഴിച്ചോളൂ. കൊള്ളാം, നല്ല ആളാ. അവൻ ഇനി ആഹാരം കഴിക്കാൻ അവന് വീട്ടിൽ പോകണം. വിളിച്ചിവിടെ കൊണ്ടുവന്നിട്ട്, ഓ ഇവിടെ നിന്ന് ആഹാരം കഴിക്കാൻ. എന്തത്ഭുതം. സതി അടുക്കളയിൽ പോയി. മിസ്റ്റർ ദീപാങ്കരൻ, സതി വരാൻ കുറെ താമസിക്കും. കാര്യം ഇന്നും തിരുതമത്സ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പൊരിക്കട്ടെ. അത് പാകമായി വരുമ്പോൾ നമുക്കറിയാം അതിന്റെ ഗന്ധം ഇങ്ങനെ കാറ്റ് നീന്തി നീന്തി വന്ന് നമ്മുടെ നാസാരംഭങ്ങൾ തുടച്ചു കയറുമ്പോൾ എന്താ സുഖം. അതുകൊണ്ട് അവൾ വരട്ടെ. ഈ പുസ്തകത്തിൽ തിരുതമത്സ്യം ഇണ ചേരുന്നത് എങ്ങനെ എന്ന് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഞാൻ കുറെ ഭാഗം വായിച്ചു കേൾപ്പിക്കാം. തിരുതമത്സ്യം സാധാരണയായി ആൺമത്സ്യം പെൺമത്സ്യത്തിനടുത്ത് സനാതന സനാതന എവരേതാ? ഞാൻ ദീപാങ്കരൻ. ഇന്നലെ ഇവിടെ വന്നില്ലേ ദീപാങ്കരൻ? വന്നിരുന്നു. മധുവിന് ഭ്രാന്താണ്. അവിടെ വാക്കായിട്ട് എന്തിനു ഞാനിവിടെ വരുന്നു? ഞാൻ ഉടനെ പോയിക്കോളാം. ശരി, പോയിക്കോളൂ. സമയം വേണ്ട, പോയിക്കോളൂ. മധു ഭ്രാന്തിയാണ്. ഇനിയും കളിക്കും. ഇവിടെ നിന്ന് കണ്ടുപോകായിരുന്നു. ദീപാങ്കരന്റെ തോട്ടത്തിനകത്ത് അപ്പുറത്തെത്തി കഴിഞ്ഞു. അപ്പൊ സനാതനം പറയുന്ന പുസ്തകമായിട്ട്, മിസ്റ്റർ ദീപാങ്കരൻ പോകാമോ? ഈ പുസ്തകത്തിൽ തിരുതമത്സ്യം മുട്ടയിടുന്നത് എങ്ങനെ എന്ന് വിവരിക്കുന്നുണ്ട്. സനാതന, നീ അവനെ തടയണ്ട. നീ പോയി വായിക്ക്. അവൻ പോയിക്കൊള്ളട്ടെ. അച്ഛനെ, നിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മറ്റൊന്നും വിചാരിക്കുന്നു കേട്ടോ. ഈ വീട്ടിൽ ഇതൊന്നും നടപ്പില്ല. മനസ്സിലായോ? എന്തിനാണ് കണ്ടുപിടി കാണിക്കുന്നത്? എന്തിനാണ് നേതാൻ ഈ വീട്ടിൽ വരില്ല. നേതാൻ ഘോഷ് ഭവനത്തിൽ വരില്ല എന്ന് തീരുമാനിച്ചാണ് ദീപം പോയത്. അടുത്ത ദിവസം രാവിലെ ഓഫീസ് പോയിട്ട് ഇറങ്ങിയപ്പോ അവന്റെ വീട്ടിന്റെ പടിക്കൽ ഒരു കുതിരവണ്ടി വന്നു. ഒരു പഴഞ്ചം വണ്ടി, ഒരു മുടന്തം കുതിര വരച്ചടച്ച് അവിടെ കൊണ്ട് നിർത്തി. അതിലൊരാൾ താഴെ ഇറങ്ങിയ ആളിനെ കണ്ടാലറിയാം തനി നാടൻ, തനി ഗ്രാമീണൻ. ഒരു പാളത്താറും തലയിലൊരു ചുമടും കയ്യിലൊരു തലപ്പെട്ടിയും തലയുടെ പുറത്തൊരു പ്ലഗും. പുള്ളിക്കാരൻ വണ്ടി നിറഞ്ഞു നിന്നപ്പോഴാണ് മനസ്സിലാവുന്ന ഒരു കാലിനൊരു സ്വല്പം നീളക്കുറവുണ്ട്. കൂടെ മുമ്പിലാന്റെ മകളൊരു പെണ്ണ്, അവിടെ തലയിലൊരു മത്തങ്ങ, ഒരു മുട്ട മത്തങ്ങ. അവൾ സാരി ഉടുത്തിരിക്കുന്ന കണ്ടാലറിയാം ഇന്ന് അവൾ ആദ്യമായിട്ട് സാരി ഉടുക്കുകയാണ്. സാരി ഉടുക്കാൻ അറിഞ്ഞുകൂടാവും. എല്ലാം കൂടെ ചുറ്റി കൂട്ടി മുമ്പിൽ ഒരു തേങ്ങ പോലെ വെച്ചിരിക്കുക. നാടൻ മട്ടിലൊരുങ്ങിയ പെണ്ണു ഗ്രാമീണന്മാരമായ അകലപ്പട്ടിയുമായ അവിടെ ഗ്രാമീണന്മാരായ അകലപ്പട്ടിയുമായ നാടൻ അമ്മ ഇങ്ങോട്ട് വരണേ. ഈ കേൾവി വരുന്നൊക്കെ നോക്കി ദൈവം അമ്മ നോക്കിയിട്ടും വിരുന്നുകാർ മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ഏതാ? ഇപ്പൊ പെട്ടിയും ചോടുമായിട്ട് നിൽക്കുന്ന ആള് ചോദിക്കുന്നു, ഏട്ടത്തി മറന്നുപോയോ? നമ്മളൊക്കെ ബന്ധുക്കളാ. മനസ്സിലായില്ല. ഏതാ? അങ്ങനെന്ന് പറഞ്ഞു പറഞ്ഞാലോ, ഒന്നാലോചിച്ചു നോക്ക്. കുഞ്ഞ നിന്നെ മനസ്സിലാവുന്നില്ല. നീ ഏതാ? ഏട്ടത്തി റസൂൽപുരത്തെ. റസൂൽപുരത്തെ സന്തോഷ്. റസൂൽപുരത്തെ സന്തോഷ്. ഏട്ടത്തി എവിടെ ശ്രദ്ധിച്ചോ? ഇതെന്റെ മോളാ ക്ഷീരോദ. ഇതെന്റെ മത്തങ്ങ. മോളെ മത്തങ്ങ ഇറങ്ങി കഴിയും. അങ്ങോട്ട് ചെല്ലും. നിന്റെ അമ്മാവിയാ. അങ്ങോട്ട് ചെല്ലടി വരണേ. നിന്റെ അമ്മാവിയാ. കാലെ തൊട്ട് നമസ്കരിക്കും. ഏട്ടത്തി ഈ നിൽക്കുന്ന ആരാ? എന്റെ മകൻ ദീപാങ്കുരൻ. ദീപാങ്കുര മോനെ വളർന്നു പോയല്ലോ. ഏട്ടത്തി ഓർമ്മയുണ്ടോ? ഞാനവനെ എടുത്തോണ്ട് വളർന്നു പഴന്തൊടിക്കകത്ത് ആളന്ന് വളർന്നുപോയി കള്ളൻ. പെരുക്കില്ല, പെരുക്കും. എന്റെ മോള് ശ്രീരാധയ്ക്ക് ഒരു ഭർത്താവിനെ തിരക്കി ഇനി പോകാനൊരു സ്ഥലമില്ല. ഇനിയിപ്പോ എങ്ങും പോകണ്ടല്ലോ. അതാ നിൽക്കുന്ന ഭർത്താവ്. മൂപ്പലാൻ എന്ത് പറഞ്ഞാലും ഒരു അമുക്കുണ്ട്. ദിവാങ്കുര ശ്രീരാധ ദിവാങ്കുരൻ. ഏതൊക്കെ ഭാര്യയും ഭർത്താവും. എവിടാ ജോലി?
എനിക്ക് റെയിൽവേയിൽ ഒരു ചെറിയ ജോലിയുണ്ട്. റെയിൽവേയിൽ എന്തുവാ കരി വാങ്ങിയിട്ട് കൊടുക്കാമോ? അല്ല, ഞാൻ അവിടുത്തെ ഈ മുടങ്ങി കിടക്കുന്ന വണ്ടിയൊക്കെ തള്ളിക്കൊണ്ട് നടക്കുന്നോ? അല്ല, ഞാൻ അവിടുത്തെ ക്ലാർക്കാ. ക്ലാർക്കോ? ഈ കുപ്പിക്ക് കയറ്റി കൊടുക്കുന്നത്? അല്ല, ഞാൻ അവിടുത്തെ ഗുമസ്തൻ. ഓ, ഗുമസ്തൻ. എഴുത്തു പണി. ദിവാങ്കര ശ്രീജാത പോയറ്റുവാ. എടാ സന്തോഷേ, ഇതാട്ടോ നീ ആ പെട്ടി മറ്റേതല്ലേ ഒന്നോട് വെക്കാം. അതോട് കൊണ്ട് വെച്ച് പോയി കുളിച്ചേക്കുവാ. ട്രെയിനകത്ത് വന്നല്ലേ വേറെ അത്രയും കരിയായിരിക്കും. ഏട്ടത്തി എന്തോ എടുക്കുക? അരി കഴി ഇടുകയായിരിക്കും. ഇത്തിരി കൂടുതൽ ഇട്ടാണേ. എനിക്ക് ചോറ് കൂടുതൽ വേണമെന്ന് അറിയാമല്ലോ. വൈകിട്ട് ദീപ് വന്ന് അമ്മയോട് ചോദിക്കുന്നു, അമ്മച്ചി സന്തോഷമാവനും ക്ഷീരതയൊക്കെ പോയോ? അഥവാ അവര് പോകുന്ന ലക്ഷണമല്ല. അവരിവിടെ അങ്ങ് താമസിക്കാൻ വന്നെന്നാ പറയുന്നു. അവിടെ നിന്നെല്ലാം വിറ്റ് പറക്കി വന്നെന്നാ പറയുന്നത്. നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കണം, അവന്റെ കല്യാണം കാശുണ്ടെന്നൊക്കെ പറയുന്നു. അമ്മയ്ക്ക് കാശി പോകണമെന്നുള്ളൊരു ദിവസം പറഞ്ഞില്ലേ, അമ്മ നാളെ രാവിലെ പോയിക്കോ കാശി. ഞാൻ ഒരു പാസ് മേടിച്ചു വന്നിട്ട് സന്തോഷം മാവനും ക്ഷീരോദയും കൂടെ വരും. അവർക്കും പ്രത്യേകിച്ച് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. മാതാവിനു യാത്ര ചൊല്ലി മടങ്ങവൻ ഏകാന്തതയുടെ പറഞ്ഞു മകൻ. മാതാവിനു യാത്ര ചൊല്ലി മടങ്ങവൻ ഏകാന്തതയുടെ പറഞ്ഞു മകൻ. അമ്മയില്ലാതെ ഗൃഹത്തിൽ ഉറങ്ങുന്നതും നാട്യമാണതിന്റെ പറഞ്ഞു മകൻ. അമ്മയില്ലാതെ ഗൃഹത്തിൽ ഉറങ്ങുന്നതും നാട്യമാണതിന്റെ പറഞ്ഞു മകൻ. അന്നാദ്യമാണതിൻ കൈപ്പറിഞ്ഞു മകൻ. വീടങ്ങ് ശൂന്യമായി പോയി. അമ്മ പോയപ്പോഴേക്ക് വീട് ഉറക്കിപ്പോയി. വീട്ടിലൊരു വേലക്കാരനുണ്ട്, കാശിന്നൊരു വേലക്കാരൻ ദീപം മാത്രം. അടുത്ത ദിവസം രാവിലെ അതാ വരുന്നു ഘോഷഭവനത്തിലെ പ്രത്യേക ശംഭു. എന്താ സംഭവ വിശേഷം? സാറേ, പൊന്നു സാറേ, ദീപാന്തരൻ സാറേ, അവിടെ വരെ ഒന്ന് വരണം സാറേ. അവിടെയൊക്കെ കുഴപ്പമായ സാറേ, തലക്കൊച്ചമ്മ വരയ്ക്കാത്ത കഥ നടക്കും. ഇന്ന് 3 ദിവസമായി ആരും ഞാൻ വിളിച്ചിട്ട് കഥ നടക്കത്തില്ല. എന്താ സാറേ അവിടെ വരെ ഒന്ന് വരണം? എന്താണ് സംഭവം പറയണം? തലക്കൊച്ചമ്മ വലിയ കൊച്ചമ്മ സാറിനെ അടിച്ചിറക്കിയല്ലോ. സാർ ഇറങ്ങിപ്പോകുമ്പോ തലക്കൊച്ചമ്മ കണ്ടോണ്ട് അടുക്കളയിൽ നിൽക്കുക. തലക്കൊച്ചമ്മ പുറകുന്നൊരു ഓട്ടം, ദീപൂന്ന് വിളിച്ചോണ്ടൊരു ഓട്ടം. അപ്പൊ വലിയ കൊച്ചമ്മ വസു എവിടെ പോകുന്നു? തലക്കൊച്ചമ്മ വിടുന്ന മോളാണോ? ദീപുനെ വിളിക്കാൻ പോകുന്നു. ഭവനത്തിൽ മതിൽക്കെട്ടിനപ്പുറം പോവാൻ നിനക്കനുവാദമില്ലോർക്കണം. അപ്പൊ തലക്കൊച്ചമ്മ ചോദിച്ചു, പോയാൽ ഇന്ന് എന്റെ അച്ഛക്ക് വിരുദ്ധമായി പോയാൽ അല്ലെങ്കിൽ നീ ഒന്ന് പോയി നോക്ക്. അത്ര കേറിയാണെങ്കിൽ പോയി നോക്ക്. എങ്കിലും ഒന്ന് അറിയണമെന്ന് പറഞ്ഞ് തലക്കൊച്ചമ്മ ഇറങ്ങി ഓട്ടം. കാവൽക്കാരനോടെ തലക്കൊച്ചമ്മ വീണപ്പോ ഞങ്ങൾ വേലക്കാരെല്ലാം കൂടെ ഓടിയെടുക്കാനായിട്ട് സാറേ തലക്കൊച്ചമ്മ വലിയ എഴുന്നേറ്റ് വന്നു. നെറ്റിക്കൊരു മുറിവൊക്കെ ഉണ്ടായിരുന്നു. കിടക്കമുറി കയറി കഥ കടച്ചു.